നമ്മുടെ ചാനലിൽ പല ടൈപ്പ് ബിരിയാണീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബീഫ്, ചിക്കൻ, വെജ്, എഗ്ഗ് പലതരത്തിലുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. മട്ടൺ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് അരച്ചെടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 15 അല്ലി ചുവന്നുള്ളി ഉണ്ട്, പച്ചമുളക് ഒരു 10 എണ്ണം. 1 കിലോ മട്ടനാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളി എടുത്തേക്കുന്നത്, അതോടെ ചതച്ചെടുക്കുക. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതേപോലെ 2 കഷ്ണം. ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാരിനേഷൻ ചെയ്യാം. മീറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1 കിലോ മട്ടനാണ്. മട്ടനിലേക്ക് മട്ടൺ മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് തൈര്, അരക്കപ്പ് നിറച്ച് ഒഴിച്ചിട്ടില്ല, 1/4 കപ്പും കുറച്ചും കൂടെ ഒഴിച്ചു. നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചറിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരുംജീരകം പൊടി 1 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. ഇതിലേക്ക് 1 പിടി ഫ്രൈഡ് അണിയൻസും കൂടെ ചേർക്കാം. ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചതച്ചെടുക്കാനായിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും. ഇപ്പോൾ ഈ മിക്സി ജാറിലേക്ക് ഒരു നല്ല വലിയ പിടി പുതിന ഇല, മല്ലിയില അതുപോലെ ഇച്ചിരി വലിയ പിടി, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ചതച്ച മിക്സ്ചറിൽ നിന്നും 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ നിറച്ചിടാം. ഇത് മതിയാവില്ല, കുറച്ച് ബാക്കി ഗ്രാജുവലി പിന്നീട് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിവിടെ ഫ്രൈഡ് അണിയൻസ് ഉപയോഗിച്ചേക്കുന്ന ഏകദേശം 1 സവോള മൂപ്പിച്ച് വറുത്ത് എടുത്തേക്കുന്നതാണ്. ഇത് ഒരു മിനിമം 1 മണിക്കൂർ മാറ്റി വെക്കുക. സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂർ മാറ്റി വെച്ചാൽ അത്രയും നല്ലത്. നന്നായിട്ട് മാരിനേഷൻ പിടിക്കും. മാറ്റി വെക്കുക. അപ്പം നമ്മുടെ മട്ടൺ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. ഇനിയുള്ളതെല്ലാം നമ്മൾ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലല്ലാതെ വലിയൊരു ഓപ്പൺ പാനിലും കുക്ക് ചെയ്യാം. ടൈം ഒത്തിരി കൂടുതലാവുന്നേ ഉള്ളൂ. പ്രഷർ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വലിയ സവോള സ്ലൈസ് ചെയ്തത് ചേർക്കാം. അണിയൻസ് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ കുക്ക് ചെയ്യുക. സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർക്കാം, അണിയൻസ് പെട്ടെന്ന് കുക്ക് ആവാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തു. ഇവിടെ അണിയൻസ് ഒക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ആ ഒരു മിക്സ്ചർ വഴറ്റിയെടുക്കാനുണ്ട്. പിന്നെ പച്ചമണം മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇതിവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മഞ്ഞൾ പൊടി ഓൾറെഡി മാരിനേറ്റ് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്.
മസാല ബേൺഡ് ആവാതിരിക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ ഇടാം. 2 ടൊമാറ്റോ ആണ്, മീഡിയം സൈസ് ടൊമാറ്റോ. ആ ടൊമാറ്റോസ് ഒന്ന് ഉടയുന്ന വരെ കുക്ക് ചെയ്യാം. ടൊമാറ്റോസ് ഉടഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റിനകത്തേക്ക് ഇടാം. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മട്ടൻ്റെ ലെഗ് പീസാണ്. ലെഗ് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്ന. ഇതിനൊപ്പം തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാനുണ്ട്. മല്ലിയില പുതിനയിലയുടെ മിക്സ്ചർ. ഇത് നമ്മൾ കുറച്ച് ആദ്യം മാറിനേറ്റ് ചെയ്യാൻ നേരത്ത് ഉപയോഗിച്ചായിരുന്നു. ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. നമ്മൾ 1/2 കപ്പ് തൈര് എടുത്തെങ്കിലും നമ്മളൊരു 1/4 കപ്പും കുറച്ചും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള തൈരിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ മൊത്തം ടോട്ടൽ 1/2 കപ്പ് തന്നെ തൈര് ഉപയോഗിച്ചു. ഇപ്പോൾ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ട് കുക്കാകാതെ വരെ കുക്ക് ചെയ്തെടുക്കുക. മട്ടൺ കുക്ക് ചെയ്തു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് റൈസ് കുക്ക് ചെയ്യാം. റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി വലിയൊരു പാൻ വെക്കുകയാണ്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഒപ്പം തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ഇടാം. ഒരു ബേ ലീഫ്, 2 കഷ്ണം സിനമൺ, ഒരു 8 ഏലക്ക, 8 to 10 ഗ്രാമ്പൂ, ഒരു മേസ് അല്ലെങ്കിൽ ജാതിപത്രി. സ്പൈസസ് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് റൈസ് ഇടാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 4 കപ്പ് അരിയാണ്. ഏകദേശം ഒരു 680 ഗ്രാംസ് ഒക്കെ, ഒരു 700 ഗ്രാമിനടുത്ത് വരും. അത്ര ഉപയോഗിച്ചേക്കുന്നത്. 1 കിലോ ഇറച്ചിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 750 ഗ്രാംസ് വരെ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 4 കപ്പ് അരി ബസ്മതി. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത ശേഷം വെള്ളം വാന്ന് എടുത്ത് വെച്ചേക്കുന്നത്. ഓരോ അരിയും വേ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് കപ്പിൽ ഞാൻ പറയുന്നത്. അപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പം നമുക്ക് 1 കിലോ മീറ്റിന് 1 കിലോ തന്നെ അരി ഇടാം. അരി നന്നായിട്ട് വേണ്ടിയവർക്ക്. മീറ്റ് കൂടുതൽ വേണമെങ്കിൽ എപ്പോഴും ഒരു മാക്സിമം ഒരു 750 ഗ്രാം വരെ ഇട്ട് കഴിഞ്ഞാൽ മീറ്റ് നന്നായിട്ടുണ്ടാവും. അപ്പം നമ്മൾ റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അരിയൊക്കെ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുക. നമ്മൾ ഇവിടെ എടുത്തേക്ക് 4 കപ്പാണല്ലോ. അപ്പോൾ 6 കപ്പ് വെള്ളം ചേർക്കാം. ആറ് കപ്പ് വെള്ളം ചേർത്തു. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്യാം. ഉപ്പിടുമ്പോൾ എപ്പോഴും പൊടിക്ക് മുമ്പിലായിരിക്കണം. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് വെച്ചിട്ട് മുമ്പിലുണ്ടാവണം. ഞാൻ 3.5 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരവരുടെ ഫാമിലിയുടെ പ്രിഫറൻസ് അനുസരിച്ച് ഉപയോഗിക്കുക. അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് രംബച്ചീര എന്ന് പറയും, അല്ലെങ്കിൽ പാൻഡൻ ലീവ്സ് എന്ന് പറയും. നല്ലൊരു ഫ്ലേവറാണ് റൈസ് കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ടൈ ചെയ്തിട്ടിടാം. നിർബന്ധമില്ല, ഇത് കയ്യിലുണ്ടെങ്കിൽ ഇടുക. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ച ശേഷം തീ കുറച്ച് റൈസ് ഫുള്ളായിട്ട് ഡ്രൈ ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ വെള്ളമില്ല, എന്നാലും ചെറിയൊരു വെള്ളമയമുണ്ട് റൈസിൽ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഡ്രൈ ഫുൾ ഡ്രൈ ആണ്.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. മട്ടൺ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനകത്ത് ഒരുപാട് ഗ്രേവി ആണെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കേണ്ടി വരും. പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്, വെള്ളം പറ്റിച്ചെടുക്കാനായിട്ടാണ്. ഇതിൽ തന്നെ കിടന്ന് പറ്റിക്കുകയാണെങ്കിൽ വല്ലാണ്ട് വെന്തു പോവും, അതുകൊണ്ടാണ്. പാനിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന മട്ടൺ നമ്മൾ ഒരു വിസിലിന് ശേഷം തീ കുറച്ച് 10 മിനിറ്റ് വെച്ചാണ് കുക്ക് ചെയ്തേക്കുന്നത്. ഓരോ മട്ടണും അതിൻ്റെ കട്ട് അനുസരിച്ചും അതിൻ്റെ മൂപ്പ് അനുസരിച്ചും വേവിന് വ്യത്യാസം വരും. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഗ്രേവിയൊക്കെ എക്സസ് ഉള്ളതെല്ലാം പറ്റി ആവശ്യത്തിന് തിക്നെസ്സായി. ഈ ഒരു ഗ്രേവി നമുക്ക് വേണം നമുക്ക് ദം ചെയ്യാനായിട്ട്. ഇതിനെ ഓഫ് ചെയ്യാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. പിന്നെ അതിനകത്തുള്ള റൈസ് മാറ്റിയ ശേഷം ഈ ഒരു മട്ടൺ മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലെ റൈസ് മൊത്തം തന്നെ മാറ്റി ഇനി നമുക്ക് ഈ മസാല ഇതിനകത്തേക്ക് ഇടാം. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന മട്ടൺ ബിരിയാണി കട്ട് പോലെ വലിയ പീസസ് അല്ല, ഒരു മീഡിയം കട്ടേ ഉള്ളൂ. ബിരിയാണിക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വലിയ കട്ടാണ് നല്ലത്. അപ്പം എൻ്റെ കയ്യിലിരുന്ന് ഇതായതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് റൈസ് ലെയർ ചെയ്യാം. ഞാൻ റൈസ് കുറച്ചാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൺ ലെയർ ചെയ്ത് വിടാം. ആദ്യം മട്ടൻ്റെ ഒരു ഹാഫ് ഇടാം, അതിൻ്റെ മേലെ റൈസ്, അതിൻ്റെ മേലെ പിന്നെയും മട്ടൺ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിടാം. ഇതിലേക്ക് കുറച്ച് ഫ്രൈഡ് അണിയൻസ്. ഫ്രൈഡ് അണിയൻസ് എപ്പോഴും ബിരിയാണിക്ക് നല്ലൊരു മണവും തരും, നല്ലൊരു രുചിയും തരും. നട്ട്സും റൈസിൻസും കൂടെ കുറച്ച് ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ 1/2 കപ്പ് പാലിലേക്ക് കുറച്ച് സാഫ്രൺ, കുങ്കുമപ്പൂ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചൂട് പാലിലേക്ക് വേണം മിക്സ് ചെയ്യാൻ, അതിന് നല്ലൊരു നിറവും കിട്ടും. അത് കുറച്ചൊഴിക്കാം. ഇനി ബാക്കിയുള്ള റൈസ് കൂടെ എൻ്റെ പുറത്തേക്ക് ഇടാം. അപ്പോൾ എപ്പോഴും സ്പൈസസ് എടുത്ത് മാറ്റുന്നതാണ് കഴിക്കുമ്പോൾ നമുക്ക് രുചി. ഇങ്ങനെ റൈസ് കുറേശ്ശെ ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫ്രൈഡ് അണിയൻസ് ഒക്കെ വെച്ചിട്ട് ലെയർ ചെയ്യുക. ഇതിലേക്ക് കുറച്ചും കൂടെ ഫ്രൈഡ് അണിയൻസ്, നട്ട്സും റൈസിൻസും ഒക്കെ ലാസ്റ്റ് ആഡ് ചെയ്താലും മതി. കുറച്ച് മല്ലിയില കൂടെ. നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഡ്രിസിൽ ചെയ്യാം. ഈ 1/2 കപ്പ് പാലെടുത്തതിനകത്തുനിന്ന് കുറച്ച് നമ്മൾ ആദ്യത്തെ ലെയറിൽ ഒഴിച്ചു, ബാക്കിയുള്ളത് അങ്ങ് ടോപ്പ് ചെയ്യാം. ഇത് അടച്ചു വെക്കാം. ഞാൻ ദം ചെയ്യുന്നത് ഇതേപോലെ ഒരു പഴയ കല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ഹീറ്റ് ചെയ്യാം. 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പാൻ വെച്ച് ലോ ഫ്ലെയിമിൽ ആവി മേലെ വരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്, അതുവരെ ദം ചെയ്തെടുക്കാം. അപ്പം കല്ല് നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഈ പാൻ ഇതിലേക്ക് വെക്കാം. ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരു 15-20 മിനിറ്റൊക്കെ എടുക്കും. എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നമുക്ക് ആവി വന്നോന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ആവി വന്നിട്ടുണ്ടെങ്കിൽ ദമ്മായിട്ടുണ്ടാവും. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ദം ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കിയാൽ കണ്ട ആവിയൊക്കെ വരുന്ന കാണാം. അപ്പോൾ ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 30 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവനിൽ വെച്ച് ബേക്ക് ചെയ്ത് എടുക്കാം. ഇതേപോലെ ലെയർ ചെയ്ത് അവനിൽ വെച്ച് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
എടുക്കുമ്പോൾ മീറ്റിൻ്റെ പോർഷൻ ആദ്യം കുറച്ച് പ്ലേറ്റിലേക്ക് ഇടാം. കുറച്ച് റൈസിൻ്റെ ലെയർ വെച്ച് കവർ ചെയ്യാം. നമ്മുടെ ഈ മട്ടൺ ബിരിയാണി നല്ല മണമാണ്, നമുക്ക് നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള മണമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രൈഡ് അണിയൻസും നട്ട്സും റൈസിൻസും ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പി ലിങ്കിൽ ചെക്ക് ചെയ്താൽ കാണാം. കൂടാതെ നമ്മൾ ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.